നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി ലോകരാജ്യങ്ങളൊക്കെ വലിയൊരു ആശ്വാസത്തിലായിരുന്നു. അതായത് ഹോർമുസ് ഇനി തുറക്കപ്പെടും, അവിടെ നിന്ന് കപ്പലുകൾ സുരക്ഷിതമായി പുറത്തേക്ക് വരും എന്നൊക്കെയുള്ള വലിയൊരു സന്തോഷം, ഒരു ആവേശമായിരുന്നു ലോകരാജ്യങ്ങൾക്ക്. എന്നാൽ അതിന് ഒരു കുമിളയുടെ പോലും ആയുസ് ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഞങ്ങൾ ഈ വെടിനിർത്തൽ കരാർ കീറി എറിയും എന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രഖ്യാപനം. എത്രയും പെട്ടെന്ന് ഇസ്രയേൽ ലെബനനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തിവെക്കണം എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അവിടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നോക്കിയാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഹിസ്ബുള്ളകൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്, അവിടെ സിവിലിയൻസ് ധാരാളം പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് രാജ്യത്തെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ പാകിസ്ഥാനിലായിരുന്നു ഈ വെടിനിർത്തൽ കരാറിന്റെ ഒരു സമാധാന ചർച്ചയൊക്കെ നടന്നത്. അവിടെ ഇറാൻ ഒരു 10 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകാം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. മൗനം പാലിച്ചുകൊണ്ട്, എന്നാൽ ഞങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നൊന്നും പറയാതെ ഒരു കരാറിലേക്ക് എത്തുന്ന സമീപനമായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രയേൽ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞു, ഇതിലെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രയേലിൻ്റെ ഒരു പ്രഖ്യാപനം നമ്മൾ കേട്ടു. അതിലുണ്ടായിരുന്നു ഞങ്ങൾ ലെബനൻ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ അതിശക്തമായി ഇസ്രയേലിന് നേരെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു കരാർ നിലവിൽ വന്നതോടുകൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് ചില പുകച്ചിലുകൾ കേട്ടിരുന്നു. അതായത് ഈ ഒരു വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കാൻ ഇസ്രയേലിലെ പലരും തയ്യാറായിട്ടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ സൈന്യം IDF ഇതിന് ഒരുക്കമല്ല, മൊസാദ് തയ്യാറല്ലാതെ മാറി നിൽക്കുന്നു. തീവ്ര വലതുപക്ഷക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. കാരണം ഈ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പോൾ ഈ 2 ആഴ്ച ഇറാന് വീണ്ടും ശക്തമാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആത്മഹത്യാപരമാണെന്നും ഏറ്റവും ദുർബലമായി ഇറാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ അവരെ അടിച്ചു തീർക്കുക എന്നുള്ള ഒരു സമീപനമാണ് പുറത്തെടുക്കേണ്ടതെന്നും ഇസ്രയേലിൽ നിന്ന് വലിയ മുറവിളികൾ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈന്യം പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരാകുന്ന ഒരു കാഴ്ചയാണ് ഇസ്രയേലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ IDF വലിയ രീതിയിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. വീണ്ടും ഒരു യുദ്ധം കൊഴുപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ കരാറിന് കീറിയെറിയുന്ന തരത്തിൽ നിരന്തരം ഇറാനിലേക്കും അതുപോലെ തന്നെ ഇറാൻ്റെ സഖ്യകക്ഷികൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കരാർ കീറിയെറിയപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വീണ്ടും ഒരു ഘോര യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണോ? ഇതിപ്പോൾ ഇതിൽ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ട്രംപിന് ഇത് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ്. കാരണം ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങുന്നു. ഇസ്രയേലും US കൂടി സംയുക്തമായിട്ട് ഇറാനിലേക്ക് ആക്രമിക്കുന്നു. ഇസ്രയേൽ ആക്രമിച്ചത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് ആദ്യം മുതലേ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇറാനിലേക്ക് ഇസ്രയേൽ ആക്രമിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ അന്ന് ട്രംപ് എന്തിനു വേണ്ടി ഇത് ശ്രമിച്ചു എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഈ പെട്രോളിയം കണ്ടിട്ട് തന്നെയാണ്. എണ്ണ ഖനനത്തിന് വേണ്ടിയിട്ടും പ്രകൃതി സമ്പത്ത് കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്ത് നേടി? 40 ദിവസത്തെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ വന്നു. ഇതോടുകൂടി ഈ വെടിനിർത്തൽ വന്നതോടുകൂടി വീണ്ടും ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഇസ്രയേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തി. ഇറാൻ ഈ കരാർ അങ്ങ് ലംഘിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ അതിലൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഇട്ടിരുന്നു എന്നുള്ളതാണ്. കാരണം ലെബനൻ ഈ കരാറിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയാതെ പറഞ്ഞിരുന്നു ട്രംപ്. പക്ഷേ അത് ഇറാൻ മനസ്സിലാക്കിയത് ലെബനൻ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. ലെബനനിലേക്ക് ആക്രമണം ഉണ്ടായി, വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞു. ഇറാൻ വീണ്ടും ശക്തമായ ആക്രമണം ഗൾഫിലേക്കും അതുപോലെ തന്നെ ഇസ്രയേലിലേക്കും ആക്രമണവും തുടങ്ങി. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചു എന്ന് മാത്രമല്ല ടോൾ പിരിവ് തുടങ്ങുകയും ചെയ്തു. ഈ ടോൾ പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $20 ലക്ഷം എന്ന് വെച്ചാൽ 16.5 കോടി രൂപയാണ് ഇന്ത്യൻ ഇതിൽ നോക്കുമ്പോൾ. നമുക്ക് ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ 2-3 കപ്പലുകളാണ് അവിടുന്ന് വരാറുള്ളത്. അപ്പോൾ അതിലൊരു കപ്പലിന് വെച്ച് 16.5 കോടി രൂപ കൊടുക്കണം. എന്നുവെച്ചാൽ 20 ലക്ഷം ബാരൽ എണ്ണയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതിന് ഒരു $20 ലക്ഷം ആണ് അവർ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല അതിൽ വേറൊന്നും പറയുന്നുണ്ട്, ഇനി മുതൽ ഇങ്ങനെ പെട്രോൾ ഡോളറിൽ വേണ്ട,
യുവാനായിട്ടും ക്രിപ്റ്റോ കറൻസിക്കായിട്ടും മതി എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ട്രംപിന് അടിപറ്റ ചെയ്ത് ഡോളറിൻ്റെ വിനിമയം പോയി, ഹോർമൂസ് കടലിടുക്ക് അടച്ചു, അമേരിക്ക എന്നുള്ള ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ വേറെ, യുദ്ധം അവസാനിച്ചിട്ടുമില്ല. ഇനി ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ട്രംപിനോട്ട് അറിയില്ല. ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് തന്നെയാണ്. പക്ഷേ ട്രംപ് അങ്ങനെ കുരുക്കിൽപ്പെടുമ്പോഴും ഇത് ലോകത്തിന് തന്നെ വളരെയധികം സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടില്ല. അത് തുറന്നു എന്നുള്ള ആശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം നമ്മുടെ അടുപ്പിൽ തീ പുകയണമെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറന്നേ പറ്റുള്ളൂ. പക്ഷേ അത് മാറി. എന്ന് മാത്രമല്ല, ഇനി തുറന്നാൽ തന്നെയും ഈ കരാർ അതുപോലെ അംഗീകരിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ പറയുന്നുണ്ട് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് ഇതാണ്. ഹോർമൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടെടുക്കും ഇറാൻ. അതോടുകൂടി ടോള് അടയ്ക്കേണ്ടി വരും, 16.5 കോടി രൂപ അടയ്ക്കേണ്ടി വരും. ഇത് കണ്ടിട്ട് ഒമാൻ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. കാരണം ഇപ്പുറത്തുള്ളത് ഒമാനല്ലേ. അപ്പോൾ ഒമാൻ പറയണം ഞങ്ങൾക്കും തരണം കപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത്? പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇത് മാത്രമല്ല, ഈ പറയുന്ന തോൽവിക്ക് സമാനമായി പോയി ഈ പറയുന്ന ഒരു വെടിനിർത്തൽ കരാർ വന്നത്. അതിനകത്തിൽ ഇറാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത്, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തും എന്നാണ് ഇവർ ഈ പറയുന്ന സമാധാന കരാറിൽ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കും, ഞങ്ങൾ മിസൈൽ പരീക്ഷണം നടത്തും, ഇതെല്ലാം അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഈ പറയുന്ന ചർച്ചയ്ക്ക് ഒന്നിനും തന്നെ ട്രംപ് പോയിട്ടില്ല. ട്രംപ് യെസ് എന്നും പറഞ്ഞിട്ടില്ല, നോ എന്നും പറഞ്ഞിട്ടില്ല. ട്രംപിന്റെ ശിങ്കിടികളാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതെ, അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം അവർ തുടരും, ആണവ പരീക്ഷണം അവർ നടത്തും. ഇപ്പോൾ ഉള്ള ഈ പറയുന്ന ഇറാനിലുള്ള യുറേനിയം അത് കൊടുക്കാനും തയ്യാറല്ല. അപ്പോൾ എന്താണോ ഇതുവരെ ഉണ്ടായിരുന്നത് അതെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കും. അതിനൊപ്പം തന്നെ ഇറാന് ടോള് പിടിക്കാനുള്ള അവകാശവും കിട്ടും. അപ്പോൾ ഇതിൽ ശരിക്കും നേട്ടം കൊയ്തത് ആരാ? ഇറാൻ. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ തന്നെ കേട്ടിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നല്ലോ. കാരണം അത്ര എളുപ്പമൊന്നും ഈ വെനസ്വേലയെ കയറി ആക്രമിച്ചതുപോലൊന്നും അത്ര എളുപ്പമല്ല ഇറാനിലേക്കുള്ള ആക്രമണം. ഈ ഇറാനിലേക്കുള്ള ആക്രമണം അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം അവരുടെ ഒരു പാരിസ്ഥിതികമായി വളരെ അനുകൂലമായ ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇറാൻ. കാരണം ഈ ഹോർമൂസും ബാബേൽ മന്ദബും ചെങ്കടലുമൊക്കെ ആക്രമിക്കപ്പെട്ടാൽ, അത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം സ്തംഭിക്കും. നമ്മൾ ഈ 40 ദിവസം കൊണ്ട് ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. ബദൽ മാർഗങ്ങൾ തേടാനുള്ള പരക്കം പാച്ചിലാണ് രാജ്യങ്ങൾ. അതായത് എണ്ണയും പ്രകൃതിവാതകങ്ങളും എങ്ങനെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാം, അതിന് മറ്റൊരു ബദൽ മാർഗം വേണം എന്നുള്ള ആവശ്യവുമായി പോകുന്ന ലോകരാജ്യങ്ങളെ നമ്മൾ കണ്ടു. ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും ഈ പറയുന്നത് പോലെ തന്നെ തൊഴിലിടങ്ങളിൽ എത്രയോ പേരാണ്, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഏറ്റവും സംരക്ഷണം ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ തിരിച്ച് അമേരിക്കയ്ക്കൊപ്പമല്ല, ഇസ്രയേലിനൊപ്പവുമല്ല, എന്നാൽ ഒട്ടും മോശവുമല്ല. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഈ 40 ദിവസം കൊണ്ട് ലോകം കണ്ടു. അപ്പോൾ മിസൈൽ ആക്രമണം, ഈ പറയുന്ന വ്യോമാക്രമണം കൊണ്ട് ഇറാനെ ഏതെല്ലാം തരത്തിലായിരുന്നു അടിച്ചു വീഴ്ത്തിയത്. ഇറാന്റെ പല മേഖലകൾ, അവരുടെ ഊർജ്ജ പ്ലാന്റുകളിൽ ആക്രമിച്ചു, എണ്ണ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചു, ആയുധ കേന്ദ്രങ്ങൾ, മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ ആക്രമിച്ചിട്ടും അവർക്ക് പിടിവള്ളിയായി നിൽക്കുന്നത് ഈ പറയുന്ന ഹോർമുസ് പോലെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ. അത് ലോകത്തെ എന്താ പറയുന്നത്, ഒരു കയറിൽ കെട്ടി നിർത്താൻ, ആ ഒരൊറ്റ പിടിച്ചു നിർത്താൻ ഇറാന് സാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവിടെ ഒരു അനുനയ നീക്കമാണ് ആവശ്യമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ പറയുന്നത് പോലെ ഒരു സമാധാന ചർച്ച നടന്നത്. പക്ഷെ അവിടെയും നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. എന്തിന് പെട്ടെന്ന്, അതായത് നമ്മൾ അതിനു മുൻപ് വരെ കേട്ട ഒരു പ്രഖ്യാപനം എന്തായിരുന്നു? ഇറാനിൽ നരകം പെയ്തിറങ്ങാൻ പോകുന്നു, 48 മണിക്കൂർ അവസാനിക്കാൻ പോകുന്നു, ഞങ്ങൾ അവരെ ഊർജ്ജ പ്ലാന്റുകളെല്ലാം ഇപ്പൊ കത്തിക്കും, നരകം കാണിക്കും എന്നുള്ളതായിരുന്നു ട്രംപിന്റെ വെല്ലുവിളി. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ആ ഒറ്റ രാത്രിയിൽ സമാധാന ചർച്ച. അതൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം മനുഷ്യരെ, ഊർജ്ജ പ്ലാന്റുകളുടെ അടുത്തൊക്കെ ഒരു മനുഷ്യച്ചങ്ങല തീർക്കുന്നത്, പിന്നെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിയാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതായത് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഇറങ്ങുന്ന ആൾക്കാർ, ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്നാൽ തൊട്ടപ്പുറത്തോ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു വിഭാഗവും ഇറാനിൽ.
അപ്പോൾ ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് ഇപ്പോൾ അമേരിക്ക എന്തിനൊരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അവിടെ ചില യുദ്ധവിദഗ്ധർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് ഈ അമേരിക്കയുടെ മേഖലയിലെ, അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഈ സൈനിക കേന്ദ്രങ്ങളിലുള്ള മിസൈലുകളിലൊക്കെ വലിയ ഷോർട്ടേജ് വന്നു. ടോമഹോക്ക് മിസൈലുകളൊക്കെ വില കൂടിയവയാണ് ഈ പറയുന്ന മിസൈലുകൾ. എന്നാൽ അതിനൊക്കെ വലിയ ഷോർട്ടേജ് വന്നു. ഈ മറ്റ് ഒരു വൈമാനികനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വിമാനം നശിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ടോമഹോക്ക് മിസൈലുകളൊക്കെ അത്ര പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. നല്ല ഈ പറയുന്ന പോലെ തന്നെ വലിയ സാമ്പത്തികം അതിനാവശ്യമാണ്. ഈ മറ്റ് മേഖലകളിലെ മിസൈലുകൾ എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലകളിൽ അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ട്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തി. അതുപോലെ തന്നെ എണ്ണ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലായി. ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന് അവർ അഹങ്കരിക്കുന്ന പടക്കപ്പലുകളും പോർ വിമാനങ്ങളും ഇറാൻ ആക്രമിക്കുന്നു. പക്ഷേ ഇറാൻ അങ്ങനെ ആക്രമിച്ചതിൽ ഇപ്പോൾ റഷ്യയുടെ സഹായം ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സ്ഥാനം, ഇത് ആക്രമിക്കേണ്ടത് ഏത് രീതിയിൽ തുടങ്ങിയ വിവരങ്ങളൊക്കെ റഷ്യ ഇറാന് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ അമേരിക്കയ്ക്ക് മുൻപിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നതുകൊണ്ടാണ് ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം ഈ മനുഷ്യച്ചങ്ങലകൾ തീർത്തുകൊണ്ട് ഇറാൻ രംഗത്തേക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ വെല്ലുവിളി നേരിടാൻ ഈ ജനം തയ്യാറാണ്, ഈ ഭരണകൂടം തയ്യാറാണ്, ഈ രാജ്യം തയ്യാറാണ് എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഇറാനിൽ നിന്ന് വരുമ്പോൾ പിന്നെ ആർക്കാണെങ്കിലും ഒന്ന് വിറച്ചു പോകും. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആക്രമണം നടന്നിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇറാനിൽ കൊല്ലപ്പെട്ടേനെ. ഒരിക്കലും ട്രംപിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ സ്വരുക്കൂട്ടാനുള്ള അവസരം കിട്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കരാർ പറയുമ്പോൾ 2 ആഴ്ചയ്ക്കുള്ള വെടിനിർത്തൽ പറയുമ്പോൾ ഇതേ സംഭവം തന്നെ നേരെ തിരിച്ചും കിട്ടുന്നുണ്ട്. ഇറാനിലും മിസൈലുകളുടെ എല്ലാം എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ആഴ്ച അതിനു കൂടി അവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവർ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇറാൻ കരുത്തരാകും, അതിനനുവദിച്ചുകൂടാന്നുള്ളതാണ് ഇസ്രയേലിന്റെ ന്യായം. കാരണം അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇറ്റാമർ ബെൻഗുറൊക്കെ തീവ്ര വലതുപക്ഷക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ പറഞ്ഞത് ജൂതന്റെ ചോരയാണ് ഈ മണ്ണിൽ വീണത്, ഒക്ടോബർ 7 മറക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിന് മറുപടി കൊടുക്കാനാണ് നമ്മൾ ഈ യുദ്ധം തുടങ്ങി വെച്ചത്. ഒരു അമേരിക്കയെയോ ഒരു ട്രംപിനെയോ കണ്ടിട്ടല്ല ഈ യുദ്ധം ജൂതൻ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് ഇസ്രയേൽ പറയുന്നു. ഇസ്രയേൽ വാദം അതായത് ഇത്രത്തോളം ഇറാന്റെ പ്രോക്സികളെ മുഴുവൻ അടിച്ചില്ലാതാക്കി, ഇറാന്റെ ശക്തി ക്ഷയിപ്പിച്ചു, ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി. ദുർബലമായിട്ട് അവർ നിൽക്കുകയാണ്. ഈ പറയുന്ന ഹോർമുസ് ഒക്കെ അവർക്ക് പിടിവള്ളിയായിട്ടുണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് അവർ ദുർബലമായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് കയറിയടിച്ച് അവരെ തീർത്താൽ തീർത്തു, അല്ലെങ്കിൽ വീണ്ടും ഉയർന്നു വരുന്ന ഇസ്രയേലിന് കാലനായി നിൽക്കുന്ന ഒരു ഇറാനെ നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ ഒരു ആത്മഹത്യാപരമായ നിലപാടെടുക്കരുത്, ട്രംപിന്റെ വാക്ക് കേൾക്കരുതെന്നാണ് തീവ്ര വലതുപക്ഷക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ പറയുന്ന ഒരു പൈലറ്റ് ഈ പറയുന്ന ഇറാന്റെ അതിർത്തിയിൽ വീഴുന്നു, അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. അത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അപകടം സംഭവിച്ചു വീണതാണ് എന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആ പൈലറ്റിനെ മനഃപൂർവ്വം അവിടെ ഇറക്കിയതാണ് എന്നുള്ളത്. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, ഇവരുടെ മിസൈൽ കേന്ദ്രങ്ങളും ഒളിപ്പിച്ചു വെച്ച യുറേനിയവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. എന്നാൽ അതിനുശേഷം പുറത്തേക്ക് വന്ന ഒരു വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ ആ പർവ്വത മേഖലകളിലേക്ക് ഈ പറയുന്ന പൈലറ്റിനെ ഇറക്കിയത് കരയുദ്ധം നടത്തും എന്ന് അമേരിക്ക കുറച്ചധികം ദിവസങ്ങളായി ഇറാനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഒരു പ്രകൃതി അത് അത്ര അനുകൂലമല്ല ഈ പറയുന്ന US സൈനികർക്ക്. കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ മേൽക്കോയ്മ ഉറപ്പായിട്ടും ഇറാന് തന്നെയായിരിക്കും. അപ്പോൾ ഈ പൈലറ്റിനെ അവിടെ ഇറക്കിയത് ഒരു കരയുദ്ധത്തിന് അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ യുദ്ധവിദഗ്ധരാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത്ര ഈസി അല്ല. കാര്യം 48 മണിക്കൂറിന് ശേഷമാണ് ഈ പറയുന്ന പൈലറ്റിനെ കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞത്.
എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് മൂപ്പര് വീണതെങ്കിലും അവിടെ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് പോകാൻ ഒരു 48 മണിക്കൂർ ആവശ്യമായി വന്നു. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, ഒരു കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളം ഈ പറയുന്ന ഇറാൻ്റെ അതിർത്തിയിൽ പ്രവേശിക്കുന്നു. എത്രയൊക്കെയാണെങ്കിലും ഈ സൈനികർക്ക് അപകടങ്ങൾ സംഭവിക്കും. ഈ പറയുന്ന ഒന്ന് ഓർത്തു നോക്കണം, ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇറാൻ അവരുടെ IRGC മുഴുവൻ ഇയാൾ വീണ മേഖലയിലേക്ക് അയക്കുന്നു. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇയാളെ തപ്പി ഇറങ്ങുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും. അവിടുത്തെ പട്ടാളക്കാർ മാത്രമല്ല, ഏകദേശം ഓർത്ത് നോക്കണം 10 ലക്ഷത്തോളം പട്ടാളക്കാരാണ് ഇറാൻ്റെ പക്കലുള്ളത്. അതുകൂടാതെ സിവിലിയൻസിലുള്ളവർ കൂടി ഇവർക്കൊപ്പം ചേരും. അപ്പോൾ അതിനെ നേരിടുക അത്ര എളുപ്പമല്ല. പിന്നെ ഉള്ളൊരു കാര്യം, കാഷ്വാലിറ്റീസ് സംഭവിക്കും. അതായത് US പട്ടാളക്കാർക്ക് എന്തായാലും അപകടങ്ങൾ സംഭവിക്കും. ആ സമയത്ത് ഇവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ മറ്റ് ഹെലികോപ്റ്ററുകൾക്ക് എത്തേണ്ടി വരും. പക്ഷേ ആ സമയത്ത് വെടിവെച്ചിടാൻ ഇറാന്, അതായത് ഒന്ന് ഓർത്ത് നോക്കണം, ഈ തോളിലൊക്കെ മിസൈൽ വെച്ചിട്ടാണ് ഇവർ വെടിവെച്ച് ഇടുന്നത്, ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പട്ടാളക്കാരെ അവിടെ നിന്ന് കൊണ്ടുപോകാനോ പട്ടാളക്കാരെ അവിടെ ഇറക്കാനോ അത്ര എളുപ്പമല്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കരയാക്രമണത്തിൻ്റെ കാര്യം ട്രംപ് പറയാൻ സാധ്യതയില്ല. അപ്പോൾ അതിന് സാധിക്കില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരയുദ്ധം അത് ഇറാന് ഉറപ്പായിട്ടും അവർക്ക് മേൽക്കൈ കൊടുക്കും. പക്ഷേ വ്യോമാക്രമണത്തിൽ അതിമാരകമായ ആക്രമണം ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സർവ്വ മേഖലകളും ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമാണ്, വലിയൊരു രാജ്യമാണ് ഇറാൻ. ഈ പറയുന്ന പോലെ തൊട്ടപ്പുറത്ത് ഇസ്രയേലിനാണെങ്കിൽ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബങ്കറിലാക്കാൻ സാധിക്കും, സുരക്ഷിത ഇടങ്ങളിൽ മാറ്റാൻ കഴിയും, കാരണം അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് ഇറാൻ അങ്ങനെയല്ല. ഇറാൻ വലിയൊരു രാജ്യമാണ്. പണ്ടത്തെ പേർഷ്യ എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. അത്രയും വലിപ്പമില്ല ഇന്ന്, പക്ഷേ എങ്കിൽ തന്നെയും ആ ഒരു പ്രതാപം ഇപ്പോഴും ആ രാജ്യത്തിനുണ്ട്. അവർക്ക് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു ദിവസം ആളുകൾ അവിടെ ഊർജ്ജ പ്ലാന്റുകൾക്ക് സംരക്ഷണം ഒരുക്കി നിന്നാലും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും ഇറങ്ങിയിരുന്നുവെങ്കിൽ വലിയ ഒരു കൂട്ടക്കുരുതി നമ്മൾക്ക് കാണേണ്ടി വരുമായിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ തിരിയും. അതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടത്തിൽ ഇസ്രയേൽ പോലും പിന്മാറിയത്. കാരണം മുൻപ് പറഞ്ഞിരുന്നു, അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങളുടെ നിലയിൽ ഇറാനെ ആക്രമിക്കുമെന്നായിരുന്നു. പക്ഷേ ഈ ജനങ്ങൾ ഒരു വലിയ കവചം ഒരുക്കി നിന്നതോടുകൂടി ഇസ്രയേലിനും പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുമോ എന്നുള്ളതാണ്. കരാർ ലംഘിക്കപ്പെടുമോ എന്നുള്ളത് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം ആദ്യം കരാറുണ്ടായി. ആ കരാറുണ്ടായ ഉടനെ തന്നെ ആഗോള ഓഹരി വിപണികളെല്ലാം ഉണർന്നു. എണ്ണവില ബാരലിന് $100 താഴെ എത്തുകയും ചെയ്തു. ഈ സമയത്താണ് കരാറിലെ 3 വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ബുധനാഴ്ച രാത്രി തന്നെ അയാൾ രംഗത്തെത്തിയിരുന്നു. അയാൾ പറഞ്ഞു, യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ അവകാശം നിഷേധിക്കപ്പെട്ടു. അതുപോലെ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു. മൂന്നാമതായിട്ട് ഇറാന്റെ ആകാശപരിധിയിൽ ഡ്രോൺ പ്രവേശിച്ചു. അപ്പോൾ 3 കരാറുകൾ അവിടെ ലംഘനം നടന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും തന്നെ നോക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. എണ്ണക്കപ്പലുകളുടെ യാത്ര തടയുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ ഇന്ന് ഖത്തറിലേക്ക് 7 മിസൈലുകൾ വന്നിട്ടുണ്ട്. ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. സൗദിയിലേക്ക് 9 ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. കുവൈറ്റിലേക്ക് 42 ഡ്രോണുകളാണ് എത്തിയത്. 4 മിസൈലുകളും എത്തി. UAEയിലേക്ക് 17 മിസൈലുകളും 35 ഡ്രോണുകളും എത്തി. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇറാൻ ഈ വെടിനിർത്തൽ ഒട്ടും അംഗീകരിച്ചിട്ടില്ല. ഇസ്രയേലും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പൊ തൽക്കാലം അമേരിക്ക മാത്രം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ അമേരിക്കൻ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ സംഘത്തിലേക്ക് തന്നെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് എല്ലാം തന്നെയാണ് ഈ ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അപ്പോൾ ഇതൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. കാരണം അവരുടെ കരാർ ലംഘിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 2 ആഴ്ച എന്ന് പറയുന്നതൊന്നും തന്നെ വലിയ കാര്യമായിട്ടുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. യുദ്ധം ഇനി ഇതിനേക്കാൾ കൂടുതൽ കടുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആലോചിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇറാൻ ഒരു കാര്യം എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ മനുഷ്യ ചങ്ങല തീർത്തു കഴിഞ്ഞാൽ രാജ്യങ്ങൾ ആക്രമിക്കില്ല, അവർക്ക് പിന്മാറേണ്ടി വരുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വഴി പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു പ്രതിസന്ധി. പക്ഷേ തൊട്ടപ്പുറത്ത് നമ്മൾ മറ്റൊരു കാഴ്ച ഇന്ന് കണ്ടിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, 2 ഇസ്ലാമിക രാജ്യങ്ങളാണ്. എന്നാൽ ആ 2 രാജ്യത്തിന്റെ ജനങ്ങളോടുള്ള ഒരു
നിലപാട് അല്ലെങ്കിൽ ജനങ്ങളെ ഏത് രീതിയിൽ അവർ കാണുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇന്ന് ദുബായ് ഭരണാധികാരി ഇന്നൊരു മാളിലേക്ക് ഓടിയെത്തിയിട്ട് അവിടുത്തെ ജനങ്ങൾ നിങ്ങൾ സുരക്ഷിതരല്ലേ എന്ന് ചോദിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഇന്റർനാഷണൽ സൗകര്യങ്ങൾ എല്ലാം തന്നെ അവർ ദുബായ് മോളിൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാം അവരെ അത് മാത്രമല്ല, നമ്മൾ ഈ യുദ്ധം ഈ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിമാരക ആക്രമണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അവിടുത്തെ ഭരണാധികാരികൾ കൊട്ടാരത്തിൽ കയറി ഇരിക്കുകയായിരുന്നില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഭരണാധികാരികളെ നമ്മൾ കണ്ടു. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇറാന്റെ ഒരു നിലപാട് എന്താണ്? അവിടുത്തെ കൊച്ചുകുട്ടികളെ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കുന്നു. ഞങ്ങൾ മനുഷ്യകവചം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെയും പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഊർജ്ജ പ്ലാന്റുകൾക്ക് അടുത്ത് കൊണ്ട് നിർത്തുന്നു. അതായത് ചത്തൊടുങ്ങിയാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള നിലയിൽ ആ ഒരു രാജ്യം. അപ്പോൾ മനുഷ്യൻ ഒരു വിലയും കൽപ്പിക്കാത്ത, ഒരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത രീതിയിലാണ് ഇറാന്റെ പെരുമാറ്റമെന്ന്. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ആഭ്യന്തര കലാപം നടന്നപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. 5000-ഓളം പേരെയാണ് കൊന്നൊടുക്കിയത്. ഇറാന്റെ തെരുവുകളിൽ മനുഷ്യ ശരീരങ്ങൾ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കായിക താരങ്ങളെ ഉൾപ്പെടെയാണ് കൊലപ്പെടുത്തിയത്. ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി, അതായത് കെട്ടിത്തൂക്കി. ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഒരു നയമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ പറയുന്ന IRGC അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം പറയുകയാണ് നിങ്ങൾ കാവലൊരുക്കണം എന്ന് പറഞ്ഞാൽ അതും കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മൾ മുൻപ് കണ്ടിരുന്നു ഈ ഭരണകൂടം എങ്ങനെയും ഒന്ന് തൊലഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ജനങ്ങളെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന, ഒരുപക്ഷെ മതത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ജനങ്ങളാണ് ഇപ്പോഴും ഇറാനിലുള്ളത് ഏറ്റവും കൂടുതൽ. കാരണം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിലെ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു തരും, പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു വലിയ ആഹ്വാനം നടത്തുന്നത് നമ്മൾ കണ്ടു. അതായത് യുദ്ധം കൊണ്ട് ഞങ്ങൾ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ആ ഭരണകൂടത്തെ അടിച്ചു താഴെയിട്ടിട്ട് നിങ്ങൾ സ്വതന്ത്രരായി അധികാരം പിടിക്കുക എന്നാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പുറത്തിറങ്ങാൻ ഒരു ഭാഗത്തിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുമെന്ന് നമ്മൾ സിറിയയിൽ വിമതർ തലപൊക്കിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടൊരു കാഴ്ച എന്താണ്? അവിടെ പിന്നീട് നമ്മൾ കണ്ടത് ഓരോ ചെറിയ വിമത ഗ്രൂപ്പുകൾ തലപൊക്കി ആക്രമിക്കുന്നതായിരുന്നു. ഈ പറയുന്ന സമാനമായ ഒരു സാഹചര്യം ഇറാനിലേക്ക് വരുമ്പോഴുമുണ്ട്. അവിടെയും ഈ പറയുന്ന വിമത ഗ്രൂപ്പുകളുണ്ട്, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന കുർദ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവർക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പൊ ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്, പക്ഷെ ഇറങ്ങുന്നില്ല. ഏറ്റവും ദുർബലമായി ഇറാൻ നിൽക്കുന്ന സമയത്ത് പോലും അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വരാൻ തയ്യാറാകുക, അവർ ഭയപ്പെടുകയാണ്. കാരണം ഭരണകൂടത്തിനെതിരെ വന്നാൽ IRGC അവരെ തല ഛേദിക്കുക. അപ്പോൾ പിന്നെ ആരാണ് രംഗത്തേക്ക് വരിക? അപ്പൊ അതൊരു പ്രശ്നമാണ്. ഈ രാജ്യം ഒരു കാലത്തും ഒരു മാറ്റത്തിന് തയ്യാറല്ല. ഇത് ഇങ്ങനെ തന്നെ പോകുമെന്ന് വ്യക്തമാക്കുന്നതാണിത്. പക്ഷേ അവിടെയും ഇസ്രയേൽ പറയുന്നുണ്ട് ഞങ്ങൾക്കിത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങൾക്കിത് ഞങ്ങളുടെ ജൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്, ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല. ഇപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുകയാണ് ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും, ഇതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിലിപ്പോൾ ഈ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം തന്നെയുള്ളൂ, ട്രംപിന് ഇത് എന്തിന്റെ കേടായിരുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കാരണം അന്ന് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആണവ കരാറുമായി ബന്ധപ്പെട്ട്. ആ സെക്കൻഡിലാണ് ഇസ്രയേൽ കയറി 28-ാം തീയതി അടിക്കുന്നത്. അതൊരു പ്രശ്നമായി. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ലോകരാജ്യങ്ങളിൽ നമ്മൾ കൂടിയുണ്ട്, കേരളം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള കടൽ മാർഗമുള്ള കയറ്റുമതിയുടെ ഏകദേശം 30% ഗൾഫ് മേഖലയിലേക്കാണ്. അരി, തേങ്ങ, പലവ്യഞ്ജനം, പച്ചക്കറി മുതൽ പൊറോട്ട വരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്നാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിഭവങ്ങളൊക്കെ ഗൾഫിലേക്ക് നമ്മൾ വസ്ത്രങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇവിടേക്ക് അതായതോടുകൂടി ഇങ്ങനെ ഈ ഹോർമുസ് അടയ്ക്കുകയും യുദ്ധമേഖലയെ ഒന്നാകെ ബാധിക്കും, മേഖലയിലാകെ തന്നെ ഈ യുദ്ധം ബാധിച്ചതോട് കൂടിയിട്ട് കപ്പലുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ചരക്ക് കപ്പലുകളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ കയറ്റുമതി വ്യവസായികളെല്ലാം വളരെയധികം പ്രതിസന്ധിയിലാണ്.
ഉയർന്ന ഷിപ്പിംഗ് നിരക്കുകൾ, അധിക ചെലവ്, സുരക്ഷാ ഭീഷണി, ഇതൊന്നും കാരണം കപ്പലുകൾക്ക് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കും. തന്നെയല്ല, ഇൻഷുറൻസ് എടുക്കാൻ ആരും വരുന്നില്ല. അല്ല, അത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഈ വ്യവസായികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കേടാകുന്ന സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കളൊക്കെ എല്ലാം നശിച്ചു പോവുകയാണ്. അപ്പൊ ചരക്ക് കപ്പലുകളെല്ലാം നമ്മുടെ സമുദ്ര വിഭവങ്ങൾ, പ്രത്യേകിച്ച് പ്രോൺസ് എല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ചരക്ക് ലഭ്യത കുറയുന്നു, വൈകാനിടയാകുന്നു. അതുപോലെ തന്നെ ദുബായ് ഷിപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ 100 കണക്കിന് മലയാളികളുണ്ട്. പലയിടത്തും ദുബായ് ഷിപ്പിംഗ് കമ്പനികളിലെല്ലാം സ്വന്തമായിട്ട് ഷിപ്പിംഗ് ലൈനുകളൊന്നും ഇല്ലെങ്കിലും കണ്ടെയ്നർ സർവീസ് നടത്തുന്ന നോൺ വെസൽ ഓപ്പറേറ്റിംഗ് കോമൺ കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലധികവും ഉള്ളത് മലയാളികളാണ് ഇത് നടത്തുന്നത്. ഇവരെല്ലാം ജീവിതം പ്രതിസന്ധിയിലായിരിക്കുക. 90% പേരും മലയാളികളാണ് ഇത് നടത്തുന്നത്. NBOCC എന്നാണ് ഇതിന് പറയുന്നത്. ഇവർ 90% ആൾക്കാരും മലയാളികളാണ്. ഇവരുടെ വരുമാനമെല്ലാം ഇപ്പം തന്നെ സ്തംഭനാവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളതിന് ഒരു നിവൃത്തിയുമില്ല. ചെലവ് കുറയ്ക്കാൻ മാത്രമാണ് ഷിപ്പിംഗ് അനുബന്ധ കമ്പനികളെല്ലാം സ്വീകരിക്കുന്ന മാർഗം. അതാണ് ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ, ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടും. മിഡിൽ ഈസ്റ്റ് ഷിപ്പിംഗ് കമ്പനികളെല്ലാം പുതിയ നിയമനങ്ങളെല്ലാം മരവിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ പ്രധാന സമുദ്ര കവാടമാണ് കൊച്ചി തുറമുഖം. അവിടെയെല്ലാം ഗൾഫ് യുദ്ധം ദോഷകരമായി ബാധിച്ചു കഴിഞ്ഞു. ഒട്ടേറെ മിഡിൽ ഈസ്റ്റ് കമ്പനികളുടെ ബാക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊച്ചിയിലാണ്. അവിടെ ഒന്നും ജോലിയില്ല. അതായത് ഗൾഫിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി. കൊച്ചിയിൽ വരെ ഇപ്പൊ ഈ ബാക്ക് ഓഫീസുകളിൽ ഒന്നും തന്നെ ജോലിയില്ലാതിരിക്കുന്നു. അവിടുത്തെ ആൾക്കാർ പോകുന്നു. ഗൾഫിൽ കുറെ പേര് തൊഴിലില്ലായ്മ വരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കേരളവും ഇപ്പോൾ വന്നിരിക്കുകയാണ്. യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കുക മാത്രമേ ഇതിനൊരു പ്രതിവിധിയായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.